കൊച്ചി നഗരത്തിൽ മോശപ്പെട്ട സാഹചര്യത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് കണ്ടെത്തുകയുണ്ടായി. അതായത് ഈ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഭക്ഷണം നൽകുന്ന ഇടത്താണ് മോശം സാഹചര്യം കണ്ടെത്തുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊച്ചിയിലെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് വാൻ നിത്യവിശ്രമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിയിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം, അവരവിടെ ഈ വാനിന് മുന്നിൽ ഈ ഒരു ഫ്ലെക്സ് വെച്ചുകൊണ്ട് നഗരത്തിൽ പഴകിയ ഭക്ഷണം പെരുകുമ്പോൾ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന് നിത്യവിശ്രമം എന്നാണ് ഈ പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. നമുക്ക് അവരോട് നിയോഗിക്കാം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ യാത്ര ചെയ്യുന്ന ട്രെയിനുകളാണ് വന്ദേ ഭാരത്. നമ്മൾ അതെല്ലാം ഭക്ഷണം നമ്മൾക്കറിയാം, നല്ല നിലവാരമുള്ള ഭക്ഷണം അവിടുന്ന് കൊടുത്തിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഭക്ഷണം ഉണ്ടാക്കുന്ന ശാലയിലുമെല്ലാം അവിടെയൊക്കെ മോശപ്പെട്ട ഭക്ഷണം കൊടുത്തായിട്ടാണ് അറിവും അവിടെ പിടിക്കപ്പെട്ടതും. നമുക്കറിയാം, നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വളരെയധികം ഈ നമ്മൾ കൊടുക്കുന്ന മാംസഭക്ഷണങ്ങളെല്ലാം വളരെ മോശപ്പെട്ട ഭക്ഷണങ്ങളാണ് നഗരത്തിൽ പല സ്ഥലങ്ങളിലും വിതരണം ചെയ്യുന്നത്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ. അപ്പോൾ ഇത്തരം ടെസ്റ്റിംഗ് ലാബുകൾ CSR ഫണ്ട് വഴി നമ്മൾക്ക് CSR ഫണ്ട് വഴി വാങ്ങി തന്നിട്ട് നമ്മളത് വെറുതെ നോക്കുകുത്തിയതിനെ പോലെ ആ വണ്ടിയെ ഇട്ടേക്കണേ. അതിന് ടെസ്റ്റിങ്ങിൻ്റെ ഇൻസ്പെക്ടർ ഇല്ല, അതിൻ്റെ ലാബ് ടെക്നീഷ്യൻ ഇല്ല, ഡ്രൈവർമാരില്ല, ഒന്നുമില്ലാതെ വണ്ടി കട്ടപ്പുറത്ത് കയറ്റി വെച്ചേക്കുന്ന ഒരു അവസ്ഥ നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഈ വാൻ ഇപ്പോൾ പ്രവർത്തനക്ഷമം അല്ലാതായിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇതിവിടെ കിടക്കുന്ന ഒരുപാട് നാൾ. ഇതിവിടെ ഗ്യാരേജ് ആണിത്. ഇത് പടിയാത്ത കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി ഓടാത്ത വണ്ടികൾ ഇടണം, അല്ലെങ്കിൽ റിപ്പയർ ആയ വണ്ടികൾ ഇടുന്ന ഒരു സ്ഥലമാണിത്. ആ സ്ഥലത്താണ് ഈ വണ്ടി കൊണ്ടുവന്ന് ഒരു മൂലക്ക് കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിരിക്കുന്നത്. എത്ര നാൾ മുമ്പായിരുന്നു ഈ വാഹനം ഇത്തരത്തിലൊരു പദ്ധതി തുടങ്ങിയത്? പദ്ധതി തുടങ്ങിയിട്ട് 2 വർഷക്കാലമായി പദ്ധതി തുടങ്ങിയിട്ട് വളരെ കൊട്ടിയാഘോഷിച്ച് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. പക്ഷെ അത് അന്ന് മാത്രമേ അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നീട് ഒരു സ്ഥലത്തും പോയി ചെക്കിങ് ചെയ്യണം ഞങ്ങൾ കണ്ടിട്ടില്ല. സാധാരണ ഇത് പോകുന്നത് ഒരു സ്ഥലത്ത് ഒരു എച്ചൈനയും കൊടുത്ത് വിട്ടിട്ട് അതിൽ മീനിൽ വല്ല കോളിഫോമോ വല്ല ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി മാത്രം വിടുകയുള്ളൂ. ഞങ്ങൾ അന്നത്തെ പ്രതിഷേധത്തെ തുടർന്നാണ് അന്ന് ഒരു ദിവസമായിട്ട് ഇറക്കി, അതിനുശേഷം പിന്നെ ഇറക്കിയിട്ടില്ല ഇതുവരെ. അതിൻ്റെ 40 ലക്ഷം രൂപയോളം CSR ഫണ്ടാണ് വെറുതെ പാഴായി പോകുന്നത്. വീണ ജോർജ് അടക്കമുള്ളവർ എത്തിയാണ് ഈ മൊബൈൽ ടെസ്റ്റിംഗ് വാൻ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പിന്നീട് ഈ വാൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആക്ഷേപം. ഈ വാഹനം വേണ്ട വിധത്തിൽ ഉപയോഗപ്രദമാകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ കൗൺസിലർമാർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇങ്ങോട്ടേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കടവന്ത്ര ഭാഗത്ത് ഇത്തരത്തിൽ പഴകിയ രീതിയിലുള്ള ഭക്ഷണ സാഹചര്യം, അതായത് മോശപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടം കണ്ടെത്തിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.